ചേട്ടന് ഷുഗർ കുറച്ച് ചെക്ക് ചെയ്യാൻ വയ്യായിരുന്നോ? വേണ്ടി എന്റെ നോക്കട്ടെ, ഞാൻ ഈ കഴിഞ്ഞ മാസം നോക്കിയത് എന്റെ നോർമലാ. ഇപ്പൊ നീ എന്തായാലും നോക്ക്. അമ്മണിക്ക് ഇനി വരെ ഇളക്കാനുള്ള മരുന്നൂടെ വാങ്ങിക്കണം. ഹോസ്പിറ്റലില് ഇവക്കാണെങ്കിൽ ഷുഗർ നോക്കാൻ വേണ്ടി വന്നാ. പിന്നെ അമ്മണിക്ക് വരെ ഇളക്കുന്ന മരുന്നൂടെ വാങ്ങിക്കാൻ വേണ്ടിട്ടായിരുന്നു. അല്ല, നിങ്ങളെന്താ വന്നത്? ഞങ്ങളുടെ വകയിൽ ഒരു അമ്മാവൻ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ മാമാവൻ ഇത് കാണാൻ വേണ്ടിട്ട് വന്നതാ. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വന്നത്. വേണ്ട പോണേ, കുട്ടുമ ഈ കഴിഞ്ഞ മാസം വരെ ഇളക്കിയതാ. വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെക്ക് വാങ്ങിക്കാം. അയ്യോ, അത് ശരിയാണല്ലോ. ചിലപ്പോ ആർക്കെങ്കിലും സുഖമില്ലാത്തോണ്ടായിരിക്കും. എക്സ്ക്യൂസ് മീ, ഇത് മാർക്കില്ല, ഇത് വഴി അടഞ്ഞിരിക്കുന്നേ. അയ്യോ സോറി, ഇതിന് പറ്റോ? എന്താ ഡോക്ടർ എല്ലാവരും ഓടുന്നത്? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ ആണെങ്കിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി. അയ്യോ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ. ഈ ഹുമർ നേരത്തെ നമ്മളോട് പറയാനുള്ളത് നമ്മൾ ഇപ്പോഴും അറിയുന്നത്. പിള്ളേരെ കൊണ്ട് ഓടി ഇറങ്ങൊന്നും വേണ്ട, അത് പതുക്കെ പോയാൽ മതി. എല്ലാവരും കൂടെ ഓടി ഇറങ്ങി അവിടെ തിരക്കായിരിക്കും. തിക്കുന്നുള്ളത് കൊണ്ടൊക്കെ പിന്നെ മാർക്കിന് വീഴാൻ എന്തായാലും ഉടനെ ഒന്നും പൊട്ടത്തൊന്നും ഇല്ലായിരിക്കും. ഇങ്ങോട്ട് വാടിയില്ലപ്പം എടീ, മീഡിയക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. ആ, അത് കൊള്ളാം. ബോംബ് പൊട്ടെന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഓടി രക്ഷപ്പെടുമ്പോൾ മീഡിയക്കാർ അങ്ങോട്ട് ഇരുന്നു. എവിടെ? റോഡ് സൈഡിൽ കിടക്കുന്നത് എടുക്കണ്ട പോനെ. ഓ, ഇനി അതിന്റെ പേര് കിടന്ന് അടി കൂടാതെ അമ്മണി അവൻ എടുത്തോട്ടത്. ആ, കുട്ടുമ്പം കാണിക്കത്തില്ല തന്നെ പറഞ്ഞേ. പിന്നെ എന്തിനാ നീ കാണാൻ പോന്നേ? അയ്യോ, ഞാൻ ഓടി ഇറങ്ങിയത് കാര്യമായല്ലോ. നിങ്ങൾ ബോംബോട്ട് തിരിച്ചിട്ടാണ് പേടിച്ചോടിയത്. ഞാൻ വിചാരിച്ചതല്ല നടക്കാൻ പോകുന്ന കാര്യം അത്. ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് തോന്നില്ലേ? കുറച്ച് ദൂരോട്ട് മാറി നിൽക്കാം. നമുക്ക് ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ ആണല്ലോ കാണുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ആളുകൾ മൊത്തം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരാൾ പോലും ഇനി ഹോസ്പിറ്റലിൽ ഇല്ല. അയ്യോ, ഒരു ബോംബിന്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നത്? ടൈം ബോംബിന്റെ സൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മുടെ നിൽക്കുന്നതിന്റെ അടുത്ത് തന്നെയല്ലേ കേൾക്കുന്ന സൗണ്ട്? അയ്യോ, കുട്ടുമ്പന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഇനി ബോംബ് അല്ലാന്നോ? എന്തിയമ്മോൻ ഇങ്ങോട്ട് തന്നെ, ഞാൻ നോക്കട്ടെ. അയ്യോ, ഇത് ബോംബ് തന്നെ. ഓടിക്കോ, ഇവിടെ എപ്പോഴാ ബോംബ് പൊട്ടെന്ന് അറിയത്തില്ല. ഇവിടെ മൊത്തം ഞാൻ പൊട്ടിക്കും. ഈ ഹോസ്പിറ്റലും പൊട്ടിക്കും, ഇവിടുത്തെ മാളുകളും പൊട്ടിക്കും, എല്ലാം പൊട്ടിക്കും, എല്ലാം ഞാൻ പൊട്ടിത്തെറിപ്പിക്കും. ഇന്നലെ രാത്രി ഈ ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്യുന്നത് ഞാൻ അതിനു വേണ്ടിയിട്ട് തന്നെ. ഒന്നിനെയും വെച്ചേക്കത്തില്ല, എല്ലാത്തിനെയും പൊട്ടിത്തെറിപ്പിക്കും ഞാൻ. ആരത്? എന്തോ പിള്ളേരെ ബോംബർഡിനോ? എന്തോ അത്? സ്വിമിനിയോ? എന്തോ ഒരു തണുപ്പ മട്ടി പറയുന്നത്. ഈ പിള്ളേർക്ക് ഇതിന്റെ പേരൊക്കെ അറിയാം. ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞു വിട്ട് ചാരന്മാര് വല്ലതായിരിക്കും. അല്ല ഡോക്ടർ, അയാൾ പറഞ്ഞു കേട്ടില്ലേ എല്ലായിടും അയാൾ ബോംബിട്ട് പൊട്ടിക്കുമെന്ന്. മാളുകള്, ഇവിടുത്തെ ഹോസ്പിറ്റല് എല്ലാം. അപ്പൊ അത് വേറെ രാജ്യത്തുനിന്ന് വന്നാണോ, അതിന് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്നാണോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഈ പിള്ളേർക്ക് ഇതൊക്കെ അറിയാം പേര്. പറ മക്കളെ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വല്ല അറിയാവോ? എവിടെങ്കിലും ബോംബിട്ട് പൊട്ടിച്ച് ഇനി അടുത്ത ഏരിയയിലോട്ട് നീങ്ങാനായിരിക്കും ഉദ്ദേശം. എന്തായാലും ഇതുവരെ ഹോസ്പിറ്റലിൽ പൊട്ടി തെറിച്ചിട്ടില്ല. നമ്മൾ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. നമുക്ക് കുറച്ചുകൂടെ ദൂരത്തേക്ക് മാറി വയ്ക്കാം. കാരണം പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ വരെ എത്തും. ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നു കണ്ടില്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് വിവരം അറിയിക്കാം. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചിട്ട് വരാം പോലീസുകാരെ. ആ, അത് ശരിയാ ഡോക്ടർ. നമുക്ക് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. ഇതെന്തോ എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് ഇറച്ചി കയറി വന്നത്? ഓ, സത്യം പറയാൻ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായത്. സിവിന്റെ ബോംബർഡിനോട് കാര്യമാണ് നിങ്ങൾ പറയുന്നത്. അതൊക്കെ ഇവിടെ മൊത്തത്തിൽ ഫാഷായി. എല്ലാവരും എനിക്ക് അയാളെ തപ്പി നടക്കുക. ഞങ്ങൾ അതിന്റെ കൺമുമ്പിൽ ഇങ്ങോട്ട് പോകുന്നത് രക്ഷപ്പെട്ട് ഓടി വരും ഞങ്ങള്. നിങ്ങൾ കണ്ടോ അതിനെ? എന്തോ പറയുന്നത്? ബോംബർഡിനെ കൈകൊണ്ടെടുത്തുന്നു കുട്ടുമോൻ. ബോംബ് അറിഞ്ഞോടനെ കുട്ടുമോൻ എടുത്ത് പുറത്തിടുക. അതെനിക്ക് വലുതായി. ഞങ്ങളെല്ലാം പേടിച്ച് ഓടിയപ്പോഴേ. സാർ ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന് കിട്ടും, കയ്യോടെ കിട്ടും. അവിടെ ഈ കനകപ്പാറ പോലെ അവിടെ നിൽക്കും. അത് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കാനുള്ള പ്ലാൻ ഞാൻ തോന്നുന്നു. ഒരെണ്ണം മാത്രമല്ല ഉള്ളത്, 3-4 ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. മാളുകളും പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇത് നടക്കുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷന് അത്ര വരെ ചാൻസ് ഇല്ല. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അങ്ങനെയൊക്കെ ഉള്ളിടങ്ങളിലാണ് ഇത് കൂടുതലും നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഏത് ഭാഗത്താണ് കണ്ടത്? ഞങ്ങൾ കണ്ടത് ഹോസ്പിറ്റലിൽ അടുത്ത് വെച്ചാ. ഹോസ്പിറ്റലിലേക്ക് ബോംബ് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലാവരും പേടിച്ച് ഓടിയപ്പോഴത്തേക്ക് ആ റോഡ് നിൽക്കുമായിരുന്നു. ഞങ്ങൾ എല്ലാവരുടെ അവിടെ വെച്ചായി കുട്ടുവാനായി അതിന്റെ കളിപ്പാട്ടം പറഞ്ഞിട്ട് എടുത്തത്. എന്നാ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അടുത്തേക്ക് പോവാം. നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട കേട്ടോ, അത്ര സേഫ്റ്റി ഇല്ല. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. ചേട്ടൻ എന്തോ ചേട്ടായി പറയുന്നത്? ചേട്ടനായിരിക്കും ഒറ്റയ്ക്ക് ആ ബോംബിന്റെ അടുത്തോട്ട് പറഞ്ഞു
ശരി, നിങ്ങൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ റിസ്ക് അതുകൊണ്ടല്ലേ പറഞ്ഞത്. അമ്മയ്ക്ക് മക്കൾക്ക് വിഷമാണെന്നുണ്ടെങ്കിൽ കൂടെ പോരെ, ദൂരെ മാറി നിൽക്കണമെന്ന് മാത്രം. അങ്ങോട്ട് നോക്ക് സാറേ, അതുകൊണ്ട് അവിടെ ഞങ്ങൾ കണ്ടത്. ഓ, ഇതൊരു ഒന്നൊന്നര ഐറ്റം വന്നല്ലോ. ഇതിനെ എങ്ങനെ നമ്മൾ കീഴ്പ്പെടുത്തും? എങ്ങനെ ഈ ബോംബ് നിർവീര്യമാക്കും നമ്മള്? ശരി, നിങ്ങൾ എല്ലാവരും കൂടെ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? അങ്ങ് ദൂരെ മാറി നിൽക്കുക. ഞങ്ങൾ ഇതൊന്ന് ഡീൽ ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പരിപാടി നടക്കത്തില്ല. ആ ശരി ചേട്ടാ, ഞങ്ങൾ ബാക്കിലോട്ട് മാറിയിക്കാം. ബോംബ് നിർവീര്യമാക്കാൻ വന്നവരാണോ നിങ്ങള്? അല്ലല്ല, അല്ലല്ല. നടക്കുന്ന കാര്യമല്ല. ഈ മാളുകളും എല്ലാം ഞാൻ പൊട്ടിത്തെറിപ്പിച്ചിട്ടേ പോകൂ. എന്റെ സൗണ്ട് കേട്ടില്ലേ? കീ കീ കീ. സമയമായി വരുന്നതേ ഉള്ളൂ, വെയിറ്റ് ചെയ്യ്. ഇത് ടൈം ബോംബ് പോലെയാ. ഇതിൽ സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇത് പൊട്ടിത്തെറിക്കത്തുള്ളൂ. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. സാറുമാരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനെ കീഴ്പ്പെടുത്താൻ നോക്ക്. കാരണം ഇപ്പോഴത്തെ വലിയൊരു ചർച്ചാ വിഷയം ഇത്. ഈ ബോംബ് നിർവീര്യമാക്കിയാൽ നിങ്ങളുടെ സസ്പെൻഷൻ ഉറപ്പാ. സസ്പെൻഷനോ? ഓ അയ്യോ, അല്ലല്ല, പറഞ്ഞു തെറ്റിപ്പോയി, സോറി. അല്ല, നിങ്ങളുടെ പ്രൊമോഷൻ ഉറപ്പാ. ശ്രാവൺ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഡേവിഡ് സയന്റിസ്റ്റിനെ ഒന്ന് പോയി കാണാം. ആ അതെ സാർ, അത് നല്ല ഐഡിയ. പുള്ളിക്കാരൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരും നമുക്ക്. എത്രയും പെട്ടെന്ന് സയന്റിസ്റ്റിനെ കാണാൻ പോകണം. എങ്ങനെയാ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നോ അതോ വരുന്നോ? പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കാനോ ആ ബോംബിന്റെ അടുത്ത്? എന്നാ എല്ലാവരും വാ, നമുക്ക് സാറുമാരോടെ പോകാം. അയ്യോ, അവരെല്ലാം ഇവിടെ അങ്ങോട്ട് പോയി. ഞാൻ മുള്ളാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവരാരും കാണുന്നില്ലല്ലോ. ഹലോ ഡേവിഡ്. ആഹാ, ഇതാര്? മധു. ആഹാ, കൂടെ വക്കുന്ന ആളുണ്ടല്ലോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഡേവിഡ്. ആയിരുന്നു അല്ലേ, ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഓടിയെത്തുന്ന ഇവന്റെ അടുത്താ. ആഹാ, അപ്പൊ കേട്ടിട്ട് എന്തോ പ്രശ്നം ഉണ്ടല്ലോ. നീ ഇപ്പൊ ന്യൂസ് നോക്കിയില്ലേ? സിവിനോ ബോംബർഡിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അതാ നീ ഇപ്പൊ നാട് മൊത്തം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാ. ഓ ഓ ഓ, സിവിനോ ബോംബർഡിനോ? ഞാൻ കണ്ടിരുന്നു. ആഹാ, അതിന്റെ ചാർജ് നിനക്കാണോ? എനിക്ക് അതിന്റെ ചാർജ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാരെയും ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. റീസെന്റ് ആയിട്ട് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ അതിനെ നേരിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഏറ്റെടുക്കാന്ന് വിചാരിച്ചത്. എവിടെ കണ്ടു? വലിയ അപകടകാരി അത്. ഒറ്റ പൊട്ട് മതി എല്ലാം തീരാന്. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര പെട്ടെന്ന് നിന്റെ അടുത്ത് ഓടിയെത്തിയത്. അതിനെ ഇല്ലാതാക്കണം. അതിന് എന്തെങ്കിലും ഒരു വഴി നീ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അത് ശരിയാ, ശാസ്ത്രലോകത്തിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ക്രെഡിറ്റ് നിങ്ങൾക്കാണ് കിട്ടുന്നത്. അപ്പൊ ഞങ്ങളുടെ പ്രൊമോഷൻ. ശ്രാവൺ, നമ്മുടെ പ്രൊമോഷനും പ്രസ്റ്റേജ് ഒന്നും അല്ലേ ഇവിടുത്തെ കാര്യം. ആൾക്കാരുടെ ജീവനല്ലേ. ആ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇവൻ വിചാരിക്കണമെങ്കിലും നടക്കത്തുള്ളൂ. ഒരു സയന്റിസ്റ്റായി ഇവൻ വിചാരിച്ചാൽ മാത്രമേ ഇനി അത് നടക്കുള്ളൂ. പേടിക്കണ്ട. നിങ്ങൾ അങ്ങോട്ട് തന്നെ പൊയ്ക്കോളൂ. ആ ബോംബ് എവിടെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാഗത്തോട്ട് തന്നെ പൊയ്ക്കോളൂ. ഞാനിപ്പോ ഒരു വലിയ സംഭവമായിട്ട് അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ, ഡൺ. ഡേവിഡ്, എന്നാ കാണാം. എന്ത് വഴി ഞാൻ പ്രയോഗിക്കും? എല്ലാ മനുഷ്യരെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതെന്റെ ഫ്രണ്ട് ഈ മധുവിന്റെ ഒരു ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് നടക്കും. എന്നാലും ആരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ബുംബും ഗോസിനി, അതാണ് കൊള്ളാലോ. ഈ കമ്പ്യൂട്ടറിൽ ഒന്ന് അടിച്ചു നോക്കട്ടെ എന്റെ ഡേറ്റ. യെസ്, ബൂംബും ഗോസിനിക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. സ്വിനിനോ ബോംബർഡിനായി തോപ്പിക്കണമെങ്കിൽ ബൂംബും ഗോസിനി വേണം. നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഇത് വലുതായി ഇങ്ങോട്ട് മാറി നിൽക്കുവന്നല്ലോ. ഞാൻ മുള്ളാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആരും നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ ഇവിടെ നിങ്ങളെ തിരക്കി നടന്ന സമയം കൊണ്ടാക്കി ഇതെന്നെ പിടിച്ചെടുത്ത് ഇവിടെ കയറ്റി വെച്ച്. സന്തോഷം, നീ ഒട്ടും വിഷമിക്കണ്ട. എനിക്ക് ധൈര്യമുണ്ട്. നമ്മളെല്ലാവരും രക്ഷപ്പെടും ഇതിന്റെ കയ്യിൽ നിന്ന്. അയ്യോ, എനിക്ക് പേടിയാവുന്നു. എന്നെ ഇനി മനസ്സോലം കയറ്റി വെച്ചാലോ. ഞാൻ ഇങ്ങോട്ട് ബാക്കിലോട്ട് മാറിയിക്കട്ടെ. എന്നെ ആര് വക വരുത്താനാ? നിന്നെയൊക്കെ വക വരുത്താൻ സമയമാവുന്നേ ഉള്ളൂ. സൗണ്ട് കേട്ടോ? സമയാവട്ടെ. ടൈം ബോംബിന്റെ സമയമാവുന്നേ ഉള്ളൂ. ആ സമയമാകുമ്പോഴത്തേക്ക് എന്റെ ഡേവിഡ് എന്തെങ്കിലും ചെയ്തിരിക്കും. എനിക്ക് ഇവിടുന്ന് ചലിക്കാൻ പോലും പറ്റത്തില്ല മക്കളെ. ഇവിടുന്ന് ആരെങ്കിലും അനങ്ങിയ അപ്പൊ ഞാൻ എന്റെ സമയം മാറ്റും. ടൈം ബോംബിന്റെ പവർ കുറച്ച് കുറയുന്നേ ഉള്ളൂ. പക്ഷേ പൊട്ടിത്തെറിക്കും. അത്രയും മതിയല്ലോ നിങ്ങൾക്കൊക്കെ. വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. ഞങ്ങൾ ആരും അനങ്ങാൻ പോകുന്നില്ല. നിങ്ങൾ പൊട്ടേണ്ട സമയത്ത് മാത്രം പൊട്ടിയാൽ മതി. അങ്ങനെ വഴിക്കുവാ. പൊട്ടേണ്ട സമയത്തെല്ലാം പൊട്ടും. ഇവിടുന്നല്ലേ, ദൂരെ എവിടെ നിന്ന് സൗണ്ട് കേട്ടത്? അയ്യോ, ബോസിനെ അല്ലേ ഇത്? അയ്യോ, എന്റെ ശത്രു. ഞാൻ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് എന്നെ കശാപ്പ് ചെയ്യുമോ ഇവള്? ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിത്തെറിച്ചാൽ എനിക്കെങ്കിൽ വീണ്ടും പുനർജനിക്കാൻ പറ്റും. പക്ഷെ ഇവളെ എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പുനർജന്മം ഇല്ല. അയ്യോ, എന്റെ തന്നെ ഇത് പിടിച്ചോണ്ട് പോകുന്നേ. ഡേവിഡ് പണി പറ്റിച്ചു തുടങ്ങി. സന്തോഷം, നീ അവിടെ തന്നെ ഇരുന്നോ. നീ അതിനടുത്ത് ചാടരുത്. അത് നിന്നെ രക്ഷിക്കാൻ വന്ന ആളാ. അയ്യോ, അത് ആരാണത്? എന്നെ വന്ന് രക്ഷിച്ച ആളോ? ആരാത്?
വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും മക്കളെ. ബൂം ബൂം ഗോസിനി. അയ്യോ, അവളിനി വരുമോ? അവളിനി വരുമോ എന്റെ അടുത്തോട്ട്? ടൈം ബോംബ് പൊട്ടാൻ സമയം ആവുന്നതേ ഉള്ളൂ. അയ്യോ, അതിനിപ്പുറം അവൾ എന്നെ എന്തെങ്കിലും ചെയ്യുമോ? അതെ വരുന്നുണ്ട്, വീണ്ടും വരുന്നുണ്ട് ഗോസിനി. എന്നൊരു ബാങ്കിലോട്ട് മാറിയെന്നോ? ഗോസിനി കാരണം അങ്ങനെ നമ്മളെല്ലാവരും രക്ഷപ്പെട്ട്. പക്ഷെ പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിൽ ഒരു തീ പോലും കണ്ടില്ലല്ലോ. പൊട്ടിത്തെറിച്ചായിരുന്ന പിന്നെ ഇവിടെ തീകോളോ ഇവിടെ തന്നെ നശിക്കുമായിരുന്നു. ഇത് സ്വയമേ തന്നെ ഇവിടെ പൊട്ടിത്തെറിച്ച് നശിപ്പിക്കാനിരിക്കുമല്ലായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇത് ഇലയ്ക്കും പുള്ളിനും കേടില്ലാതെ സുബിന്റെ പ്രോപ്പർട്ടിനോയെ ഇല്ലാതാക്കി. ഇതിന്റെ എല്ലാം പിന്നില്ല ഡേവിഡാ, ഇവന്റെ ഫ്രണ്ട്. സയന്റിസ്റ്റ് ഇല്ലേ, സയന്റിസ്റ്റ് ഡേവിഡ്. പക്ഷേ പ്രമോഷൻ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണല്ലോ. അതെ അതെ.